കെ ശൈലജ ഈ പാർട്ടിയുടെ ഒരുപക്ഷെ നമ്പർ 2 എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ജനപ്രീതിയുള്ള ഒരു നേതാവാണ്. ജനപ്രീതിയുള്ള നേതാവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ധർമ്മടത്ത് നേടിയതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിലാണ് ശൈലജ മട്ടന്നൂരിൽ ജയിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. മട്ടന്നൂർ പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്. മട്ടന്നൂരാണെങ്കിലും ധർമ്മടമാണെങ്കിലും തളിപ്പറമ്പാണെങ്കിലും ഒക്കെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ, കല്യാശ്ശേരി പോലെയുള്ള മണ്ഡലങ്ങൾ. അത്തരം ശക്തി കേന്ദ്രങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച ശൈലജയെ ഇത്തവണ അവിടുന്ന് മാറ്റി പേരാവൂരിലേക്ക് ഇടുന്നതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, CPM അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കാം. അതിന്റെ ന്യായങ്ങൾ അവർക്ക് പറയാം. അതിന്റെ ന്യായങ്ങൾ അവരുടെ അണികളെയെങ്കിലും ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല പ്രശ്നമായി. ശൈലജ പേരാവൂരിൽ നിൽക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് രണ്ടാമത് വരാം. ശൈലജയെ പോലെ ഒരാൾ ഇപ്പൊ പ്രതിപക്ഷത്താണെങ്കിൽ പോലും ശക്തമായി പ്രതിപക്ഷ നിരയിൽ ഉണ്ടാകേണ്ട ഒരാൾ എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. അവരെ ധർമ്മടം പോലെ മട്ടന്നൂർ പോലെ ഉള്ള ഒരു ഉറച്ച സീറ്റിൽ മത്സരിപ്പിക്കുകയല്ലേ വേണ്ടത്, നിയമസഭയിൽ ഉണ്ടാവണമെന്ന് പാർട്ടി തീരുമാനിക്കുന്ന ആളെ മത്സരിപ്പിക്കുകയല്ലേ വേണ്ടത് എന്ന സാധാരണ പാർട്ടി പ്രവർത്തകരോട് സംശയം ഉന്നയിച്ചേക്കാം. അതിനേക്കാൾ വിവാദമായത് തളിപ്പറമ്പ് എന്ന് പറയുന്ന സീറ്റിലാണ്. തളിപ്പറമ്പ് സീറ്റിൽ MV ഗോവിന്ദനാണ് ഇപ്പൊ അവിടുത്തെ MLA. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്, മത്സരിക്കില്ല. അവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്യാമളയാണ് എന്ന് വരും. അതിൽ പോയില്ല, തെറ്റൊന്നുമില്ല. ആന്തൂർ നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്നു ശ്യാമള. മഹിളാ അസോസിയേഷന്റെ, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവുള്ള ഒരാളാണ്. ആ അർത്ഥത്തിൽ അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം മറുപക്ഷത്തും UDF-നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഭാര്യയും ഭർത്താവും ഒക്കെ മത്സരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. അവിടെ PK ശ്യാമളയെ കൊണ്ടുവരാൻ വേണ്ടി എടുത്ത അടവാണ് ചർച്ചയായത്. ഒന്നാമതായി MV ഗോവിന്ദൻ സഖാവ് പറഞ്ഞു, ഞാൻ മത്സരിക്കുന്നില്ല, അവിടെ ഒരു സ്ത്രീ മത്സരിക്കണം. വെരി ഗുഡ്, വളരെ നല്ലത്. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നിയമസഭയിൽ ഉണ്ടാവണം. തളിപ്പറമ്പ് പോലെ ഒരു ഉറച്ച സീറ്റിൽ സ്ത്രീകളെ നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാവുന്നത് മട്ടന്നൂരിൽ നിന്ന് ശൈലജയെ മാറ്റിയാൽ നേരെ കൊണ്ടുവന്ന് അതേ സീറ്റിൽ, കാരണം മിക്കവാറും എല്ലാ MLA-മാരെയും അവരുടെ അതേ സീറ്റിൽ മത്സരിക്കാൻ അനുവദിച്ചിട്ടുണ്ട് പാർട്ടി. തിരുവനന്തപുരം മുതൽ എല്ലാ ജില്ലകളിലും മിക്കവാറും അതേ സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് മാത്രമാണ് മണ്ഡലം മാറി മത്സരിക്കാൻ പറഞ്ഞത്. പൈപ്പിൻ മണ്ഡലത്തിലുള്ള KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയ്ക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. അതിന് വേറെ ചില പ്രാദേശിക കാരണങ്ങളുണ്ട് എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ശൈലജയെ അവിടുന്ന് മാറ്റാൻ, മട്ടന്നൂരിൽ നിന്ന് മാറ്റാൻ എന്ത് കാരണം? അല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീ നേതാവാണെങ്കിൽ ശൈലജ മാത്രമല്ല, N സുകന്യ എന്ന് പറയുന്ന SFIയുടെ ഒക്കെ വളരെ പഴയ നേതാവ്. എനിക്കൊക്കെ നല്ല പരിചയമുള്ള, ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് തന്നെ സുകന്യ SFIയിലുണ്ട്. SFIയിലെ വളരെ സമുന്നതയായ നേതാവാണ്. സുകന്യയെ അവിടെ കൊണ്ടുവരും എന്ന ആളുകൾ പ്രതീക്ഷിച്ചു. അവരുടെ ഭർത്താവ് ജോർജ് മാത്യു മുമ്പ് അവിടെ MLA ആയിരുന്നു. അതൊന്നും ഉണ്ടായില്ല. ഒടുവിലാ പറയുന്നത് PK ശ്യാമളയാണ് സ്ഥാനാർത്ഥി. ഇത് പാർട്ടി അണികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എന്താ, സ്വന്തം ഭാര്യയെ കൊണ്ടുവരാൻ വേണ്ടി ഇത്രയധികം വളഞ്ഞ വഴി പാർട്ടി സെക്രട്ടറി സ്വീകരിച്ചു എന്ന് പറയുന്നത് ഒരു പ്രശ്നം. രണ്ടാമത്, PK ശ്യാമളയ്ക്ക് ജനങ്ങളുമായി കാര്യമായ ബന്ധമില്ല എന്ന പരാതി അവിടുത്തെ പാർട്ടി അണികൾക്ക് തന്നെയുണ്ട്. പാർട്ടി സൈബർ ഇടങ്ങളിൽ തന്നെ ശക്തമായ ആക്രമണം ഈ PK ശ്യാമളയ്ക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു വിഷയം അതിൽ പറയാനുള്ളത്, ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്താണ് അവിടെ സാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായി ആത്മഹത്യ ചെയ്തു. കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ്. സാജൻ എന്ന ആ വ്യവസായിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ തയ്യാറാവാതിരിക്കുകയും അത് കൊടുക്കാത്തത് മൂലം അദ്ദേഹത്തിന്റെ വ്യവസായം തകരുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ആ ആത്മഹത്യ കഴിഞ്ഞ്, ആത്മഹത്യ ചെയ്തതല്ല, അതിനോടും സാജനോടും സാജന്റെ കുടുംബത്തോടും എടുത്തൊരു സമീപനമുണ്ട് ശ്യാമള. അന്ന് ദേശാഭിമാനിയിലടക്കം ഇവരുടെ കുടുംബത്ത് ഭാര്യയുടെ സദാചാരം പ്രശ്നം വരെ ഉന്നയിച്ചുകൊണ്ടാണ് അതിനെ CPM നേരിട്ടത്. അത് ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, തളിപ്പറമ്പ് CPM-ന്റെ ശക്തമായൊരു കോട്ടയാണ്. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം.
തളിപ്പറമ്പ് മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവിന് കിട്ടിയ വോട്ട് കണക്ക് വയ്ക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും LDF UDF തമ്മിലില്ല. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറുള്ള അണികളാണ് CPM അവിടെ ഉള്ളത് എന്നർത്ഥം. വേണമെങ്കിൽ. ഇതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഉള്ള അണികൾ ഉള്ള ഒരു സ്ഥലത്തേക്ക് പഴയ കാലത്തെ പോലെ പാർട്ടി തീരുമാനിച്ചു, അതുകൊണ്ട് പാർട്ടിയുടെ ആളെ നിങ്ങൾ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞാൽ പാർട്ടി അണികൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന പിന്തുണയ്ക്കുന്ന ഒരു കാലമാണോ ഇത്? ഇവിടെയാണ് CPM ഏറ്റവും വലിയ പ്രതിസന്ധി പറ്റിയത്. CPM ഇപ്പോഴും നിലനിൽക്കുന്നത് അവരുടെ സ്റ്റാലിനിസ്റ്റ് സംഘടനാ രീതിയാണ്. കാരണം നേതാക്കൾ പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല. പണ്ട് ഗർഭ കേസുകൾ എങ്ങനെ പറയാറുണ്ട്, ഒരാൾക്ക് ഗർഭമില്ല എന്ന് പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചു, പക്ഷെ മാസം കഴിഞ്ഞപ്പോൾ അവർ പ്രസവിച്ചു. അത് പാർട്ടി അച്ചടക്ക ലംഘനമാണ് എന്ന് പാർട്ടി കണ്ടെത്തിയ കേസൊക്കെ നമ്മൾ വളരെ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ PK ശ്യാമളയാണ് സ്ഥാനാർത്ഥി, നിങ്ങൾ പിന്താങ്ങിക്കൊള്ളണം, പാർട്ടിക്കാരെല്ലാം അത് കേട്ടോളണം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒന്നാണോ ഇപ്പോഴത്തെ പാർട്ടി? കാരണം അങ്ങനെ ഒരു സംഘടനാ ചിട്ട ഈ പാർട്ടിക്കുണ്ടോ? അങ്ങനെ ഒരു സംഘടനാ ചിട്ട ഈ പാർട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായി ആശയപരമായ ദൃഢതയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മുമ്പ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞാൽ, PMS പറഞ്ഞാൽ, AKG പറഞ്ഞാൽ, VS അച്യുതാനന്ദൻ പറഞ്ഞാൽ, EK നായനാർ പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി അണികൾ, പാർട്ടി അനുഭാവികൾ പിന്താങ്ങിയിരുന്നത്? അവർ ദുഷ്ടലാക്കോടുകൂടിയല്ല പറയുന്നത് എന്ന് അണികൾക്കറിയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആ വിശ്വാസ്യത പാർട്ടി നേതൃത്വത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കാരണം ആശയപരമായി പാർട്ടി അങ്ങനെ ഒരു പാർട്ടിയില്ല, അങ്ങനെ ഒരു ആശയം ഈ പാർട്ടിക്കില്ല. LDF 3 എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളും പരിപാടികളും ഒന്നും നടപ്പാക്കാനുള്ള ഒരു വേദി എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ആശയപ്രചരണത്തിലുള്ള വേദി എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആശയപ്രചരണത്തിലുള്ള വേദി എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു ചരിത്രമുണ്ട്. ഒരു കാലത്ത് ജയിച്ചിട്ടില്ല, കെട്ടിവെച്ച കാശ് കിട്ടിയത് നന്നായി എന്ന് പറഞ്ഞ EMS ഉണ്ട് മുമ്പ്. അതിനുശേഷവും ഇലക്ഷൻ തോറ്റാലും ജയിച്ചാലും രാഷ്ട്രീയം പറയും. ഇപ്പൊ രാഷ്ട്രീയം പറയുന്നില്ല. ഇപ്പൊ നമ്മൾ ചാനൽ ചർച്ചകളിലടക്കം നേതാക്കളുടെ പ്രസംഗത്തിലടക്കം പറയുന്ന ഒരു കാര്യം എന്താ? ഞങ്ങൾ വികസനം നടത്തി, മറ്റൊരത് ചെയ്തു, ഇവരിത് ചെയ്തു എന്നല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം, ഒരുപക്ഷെ അന്താരാഷ്ട്രീയം വരെ ചർച്ച ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുമ്പോട്ട് പോയിരുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ആ പാർട്ടിയിൽ വിശ്വാസം. ഇന്നിപ്പോ ആശയമൊക്കെ അവസാനിച്ചു. മാത്രമല്ല നിരവധി അഴിമതി ആരോപണങ്ങൾ, പ്രശ്നങ്ങൾ പാർട്ടിയുടെ മുമ്പിലുണ്ട്. ഇപ്പോ തളിപ്പറമ്പിന്റെ തൊട്ടടുത്ത മണ്ഡലമാണ് പയ്യന്നൂർ സ്ഥിതി ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. പാർട്ടിയെ ജനങ്ങൾ രാഷ്ട്രീയം പഠിപ്പിക്കുമെന്ന് പുസ്തകം എഴുതിയ V കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പഴയ ഏരിയ സെക്രട്ടറി, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് പാർട്ടിക്ക് ഉത്തരവില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞ മറുപടി കേട്ടാൽ പാർട്ടിക്കാർ പോലും ചിരിച്ചു പോകും. ഞങ്ങൾ ബഹുജനത്തിനോട് പറഞ്ഞോളാം, പൊതുജനത്തിനോട് പറയില്ല. ഇതെന്തൊരു രാഷ്ട്രീയമാണിത്? ഇത് ആരോടായി പറയുന്നത്? പൊതുജനവും ബഹുജനവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചപ്പോൾ MV ഗോവിന്ദ മാഷ് താത്വിക ആചാര്യനാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു എനിക്കായിട്ട് വ്യത്യാസം അറിയില്ല. അപ്പൊ പ്രശ്നം അവിടെ തന്നെയാണ്. ഒരു രാഷ്ട്രീയ അടിത്തറയിൽ നിങ്ങളൊരു പാർട്ടി പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുന്ന വിശാലമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു രാഷ്ട്രീയ അടിത്തറയ്ക്ക് അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും മാത്രമായി കാണുന്ന തരത്തിലുള്ള ഒരു, പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിരുന്ന ബൂർഷ്വാ രാഷ്ട്രീയം എന്ന് പറയുന്ന ആ രാഷ്ട്രീയ കക്ഷിയായി ഇത് മാറുകയും, അങ്ങനെ മാറുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ മാറുമ്പോൾ ഇപ്പൊ കോൺഗ്രസ് ബൂർഷ്വാ രാഷ്ട്രീയ കക്ഷിയാണ്, വാദിക്കാം, ശരിയാണ്. പക്ഷേ അതിന്റെ സംഘടനാ രീതി CPMന്റെ സംഘടനാ രീതിയല്ല, അതൊരു ജനാധിപത്യ സംഘടനാ രീതിയാണ്. വിമർശിക്കാൻ പറ്റും. കോൺഗ്രസിൽ വിമർശനം പരസ്പരം ഉണ്ടെന്നുള്ളത് ഒരു പരിധിവരെ ഞാൻ കാണുന്നത് പോസിറ്റീവായിട്ടാണ്. കാരണം ഒരാൾക്കും അന്തം വിട്ട് പോകാൻ പറ്റില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു നേതാവേ ഉള്ളൂ. ആ നേതാവിന് ചുറ്റുമുള്ള കുറച്ച് ആളുകൾ, അവരെടുക്കുന്ന തീരുമാനം, ആ തീരുമാനം നടപ്പാക്കുന്ന രീതി, ഇതുമായി ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നശിച്ച സ്ഥലങ്ങളിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലുള്ള നാശമാണ്. ഇവിടെയും കാണുന്നത് അതാണ്. ഇനി പേരാവൂരിലേക്ക് വന്നാൽ അവസാനമായി, പേരാവൂര് അത്ര എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു സീറ്റല്ലേ. പണ്ട് ശൈലജ ടീച്ചർ ജയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കഥയില്ല. ഇന്ന് പേരാവൂര് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് വിജയിച്ച സീറ്റാണ്. ഏറ്റവും ശക്തമായ ഇടത് തരംഗമുണ്ടായപ്പോൾ പോലും സണ്ണി ജോസഫ് അവിടെ ജയിച്ചതാണ്. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം CPMകാർ പോലും സമ്മതിക്കും LDFന് അനുകൂലമല്ല, UDFന് അനുകൂലമായ കാറ്റ് കേരളത്തിലുണ്ട്. നിഷ്പക്ഷമായി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ഘട്ടമുണ്ട്. രണ്ടാമത്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല.
ഇരിക്കൂർ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പേരാവൂർ പോലെ ഒരു മണ്ഡലത്തിൽ, ഇരിക്കൂർ പോലെ ഒരു മണ്ഡലത്തിൽ കിഴക്കൻ മേഖലയാണ്. വലിയ തോതിൽ ജനങ്ങൾ അസംതൃപ്തരാ. എന്താ കാരണം? അവിടുത്തെ കൃഷിനാശം, മനുഷ്യ വന്യമൃഗ സംഘർഷം. എന്തായി ഗവൺമെന്റ് ചെയ്തത്? ശശീന്ദ്രൻ മന്ത്രിയൊക്കെ കിട്ടിയ അവർ തല്ലിക്കൊല്ലും. അമ്മാതിരിയാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു സ്ഥിതി. ശശീന്ദ്രൻ മന്ത്രിയുടെ കുഴപ്പമില്ല, ഒരു സർക്കാരിന് ഒരു നയമില്ല അക്കാര്യത്തിൽ, സർക്കാരിന് ഒരു തീരുമാനമില്ല. ആകെ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി കുറെ ഒരു സമരം ചെയ്ത് 5 ലക്ഷം രൂപ കൊടുക്കും. എന്തെങ്കിലും ശാസ്ത്രീയമായി ആ വിഷയത്തിന് കഴിഞ്ഞ 10 കൊല്ലമായി ഭരിക്കുന്ന സർക്കാരിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഒരു മറുപടിയില്ല, ഒരു മറുപടിയില്ല. അപ്പൊ കേരളത്തിന്റെ മലയോര മേഖല വലിയ തോതിൽ അസംതൃപ്തി പുകയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ സഭകൾക്ക് UDF അനുകൂലമായി നിൽക്കേണ്ടി വരുന്നത്, LDF എതിരായി നിൽക്കേണ്ടി വരുന്നത്. അതിലൊരു കാര്യം അതാണ്. തീരദേശം അതുപോലെ. അതുകൊണ്ട് പേരാവൂരിൽ ശൈലജ ടീച്ചർ ജയിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പ് പാർട്ടിക്കുണ്ട്. പാർട്ടിക്ക് ഇതിന് കണക്കൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ശൈലജ ടീച്ചർ എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. മുമ്പ് അവിടെ തന്നെ തോറ്റിട്ടുണ്ട്. മാത്രമല്ല വടകരയിൽ ദയനീയമായി തോറ്റിട്ടുണ്ട്. ശൈലജ ടീച്ചർ എന്തോ അത്ഭുതമാണെന്ന് പറഞ്ഞ് ചെല്ലുകയും 1.25 ലക്ഷം വോട്ടിനോ ഒറ്റയാണ്, 1,10,000-ൽ കൂടുതൽ വോട്ടിനാണ് ശൈലജ ടീച്ചർ അവിടെ തോറ്റുപോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാറ്റേൺ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ നമുക്ക് ബാധിക്കാം. പക്ഷെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന പിക്ചർ, ആ PR കൊണ്ടുണ്ടാക്കിയ പിക്ചർ, അത് തകർന്നുപോയി. അത് പാർട്ടിക്ക് പറയാം. അതുകൊണ്ട് പാർട്ടി മാറ്റി. ഇതെന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ, വെട്ടിനിരത്തലിന്റെ ഒരു പാർട്ടിയാണ് ഇത്. ഇതിന് വലിയ ചരിത്രമുണ്ട്. വെട്ടിനിരത്തലിന്റെ വലിയ നേതാക്കളെ വരെ വെട്ടിനിരത്തിയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ വെട്ടിനിരത്തുന്നത് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഉന്നതരായ നേതാക്കന്മാരാരും LDF 3 വന്നാൽ ഉണ്ടാകരുത്. കഴിഞ്ഞ മന്ത്രിസഭ അങ്ങനെയായിരുന്നു, എല്ലാവരും ഒഴിവാക്കി. ഇനി ഈ മന്ത്രിസഭയിലും അങ്ങനെ തന്നെയാണ്. കഴിവുള്ള ഒരാളും ഉണ്ടാവരുത്. ശൈലജ ടീച്ചർ ഇനി മന്ത്രിയാക്കാൻ അങ്ങ് വന്ന് വലിയ ജയിച്ച മന്ത്രിയൊക്കെ ആവേണ്ടി വന്ന പ്രശ്നമാണ്. ഇനി വേണ്ട, പ്രതിപക്ഷ നേതാവേണ്ടി വന്നാലും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നാൽ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ശൈലജ ടീച്ചറിനെ അവിടെ കൊടുക്കണ്ടേ? അതുപോരാ. അപ്പോ ഗോവിന്ദൻ ചെയ്ത അതേ അടവ് മുഖ്യമന്ത്രി ചെയ്യുന്നു എന്ന ആളുകൾ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അടുത്തത് പിന്നെ സീനിയർ തന്റെ മരുമകനാണ്, അതുകൊണ്ട് പാർട്ടിയെ നയിക്കുന്ന മരുമകനാണ് എന്ന് തീരുമാനിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്ന വാദം ശക്തമാണ്. പേരാവൂരിൽ ശൈലജ ടീച്ചർക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ബലിമൃഗമാക്കിയിരിക്കുകയാണ്.